നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ജീവിതത്തെയും നിയോഗങ്ങളെയും മനസ്സിലോർക്കാം. ഹൃദയ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ലോകം വലിയ ഭയത്തോടും ആശങ്കയോടും കൂടെ കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ മരണം കള്ളനെപ്പോലെ കടന്നു വരുമെന്നുള്ള തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ സത്യമായ ഭയത്തിൻ്റെ, ആകുലതയുടെ, അസ്വസ്ഥതയുടെ കാലഘട്ടത്തിൽ കർത്താവേ, നീ എൻ്റെ സങ്കേതമാ, നീ എൻ്റെ കോട്ടയാ, നീ എൻ്റെ സർവസ്വമാ, നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ 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 അടിയനിതാ. 34 സങ്കീർത്തനം 18 തിരുവചനം. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ ദിവസത്തിൽ എൻ്റെ സമീപത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണഭയമെന്ന മനുഷ്യൻ്റെ സങ്കല്പത്തിന് അതീതമായിട്ടുള്ള ഭയാശങ്കയിൽ നിന്ന് എൻ്റെ ഉരുകിയ മനസ്സിൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം ചൊരിയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 34 തിരുവചനം. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി
അവർ ലജ്ജിക്കുകയില്ല. കർത്താവേ, കണ്ണു തുറന്ന് ഞങ്ങൾ നിന്നെ ഒന്ന് നോക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഭയപ്പാടുകളിൽ നിന്ന് മോചിക്കണേ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നോളം ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ സമ്മാനിച്ച അസ്വസ്ഥതകളെ മുഴുവനും പാദാന്തികത്തിൽ പ്രാർത്ഥനയോടെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 34:8 കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ഞങ്ങളും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ സ്നേഹവും നാളിതുവരെ ഏകിയ കരുതലും ഇപ്പോഴും കൂടെയായിരുന്നു കൊണ്ട് വഴി നടത്തുന്ന അവിടുത്തെ പ്രത്യേകമായ പരിപാലനയും ഓർത്ത് സ്വയേ നന്ദിയോടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിപരമായ സങ്കടങ്ങൾ, ഹൃദയനോവുകൾ, ആരോടും പറയാത്ത ഉള്ളിൻ്റെ ഭാരങ്ങൾ എല്ലാം യേശോയ്ക്ക് കൊടുത്തുകൊണ്ട് സ്വയേ അവിടുന്ന് ഞങ്ങളോട് പറയാനുണ്ട്, ഭയപ്പെടാതിരിക്കും മോനെ. ഉത്ഥാനം കഴിഞ്ഞ ശിഷ്യൻ്റെ ജീവിതത്തിൽ ഭയമുണ്ടായിരുന്നുവെന്ന് അങ്ങേക്കറിയാവുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞു, ഭയപ്പെടേണ്ട. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉടനീളം ഉറപ്പോടുകൂടെ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന അഭിഷേകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അങ്ങ് പറയണത്. ഭയപ്പെടേണ്ട. കർത്താവേ, ഇത്രയൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളുണ്ട്. ഈ ആത്മീയ വിചാരത്തെ, പ്രത്യേകിച്ചും മരണഭയത്തെ ഒന്ന് പഠിക്കാൻ, അതിൻ്റെ അർത്ഥതലങ്ങളെ ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ കൃപ തരിക. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വയിൽ സ്നേഹമുള്ളവരെ, 55-ാം സങ്കീർത്തനം 4ഉം 5ഉം തിരുവചനം നമ്മോടിങ്ങനെ ഓർമ്മപ്പെടുത്തും. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയും ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും മരണം മാത്രമല്ല, മരണത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് ഭയങ്ങളും ആകുലതകളും ആശങ്കകളും കൊണ്ട് നടക്കുന്ന അനുഭവങ്ങളുണ്ട്. കോവിഡിനോട് ബന്ധപ്പെട്ട ഒരു കാലത്ത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു ആദി അല്ലെങ്കിൽ ഭാരം ഈ മരണഭയമായിരുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മരണത്തെ ദൈവകൃപയോടുകൂടിയിട്ട് അഭിമുഖീകരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, തിരുവചനവും തിരുസഭയുടെ ആത്മീയ പിതാക്കന്മാരും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തും, ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയബോധമുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ വെറുതെ വാക്കിലൊക്കെ പറയും, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമെല്ലാം കാണുന്നുവെന്നും അറിയുന്നുവെന്നും ദൈവത്തിൻ്റെ അറിവോടെയാണ് ഇവ സംഭവിക്കണത് എന്നും സമ്മതിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കുന്നുണ്ട്. പറച്ചിലൊക്കെ പറയും, ഒക്കെ ദൈവം അറിഞ്ഞിട്ടാണ്. ജീവിതത്തിൻ്റെ പച്ചയാഥാർത്ഥ്യങ്ങൾ കൺമുൻപിൽ കടന്നു വരുമ്പം, അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്താനുഭവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം നമ്മളൊക്കെ ഞെട്ടിത്തെറിച്ച് മാറിപ്പോയിട്ട് ഒറ്റ പ്രാർത്ഥന നടത്താറുള്ള, ദൈവമേ എനിക്കെന്തിനാ ഇത് അനുവദിച്ചത്, എനിക്കെന്തിനാ ഇത് അനുവദിച്ചത്. ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മകൻ ആത്മഹത്യ ചെയ്തൊരു അമ്മയോട് സംസാരിക്കാനിട വന്നപ്പം ഈ അമ്മ സങ്കടത്തോടു കൂടിയിട്ട് എന്നോട് പറഞ്ഞ, അച്ഛാ അവനെ കണ്ട് കൊതി തീർന്നില്ല, ആ കുഞ്ഞാണെങ്കിൽ ജീവിച്ച് കൊതി തീർന്നില്ല, അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, അവന് ക്ലെഫ്റ്റമേനിയ എന്ന് വെച്ചാൽ മോഷ്ടിക്കാനുള്ള ടെൻഡൻസി. അവൻ എന്തെങ്കിലും സാധനം, പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകൾ, അതുപോലെ പെൻഡ്രൈവ്, അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഇവൻ എവിടെ കിട്ടിയാലും മോഷ്ടിക്കും. അതിന് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ചുമ്മാ ഒരു രസം, മോഷ്ടിക്കുക, തല്ലി പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ എറിഞ്ഞു കളയുക, ഇങ്ങനത്തെ ഒരു പരിപാടി.
ഒരുപാടിടങ്ങളിൽ നിന്നും ഈ പ്രിയപ്പെട്ട മകനെ കള്ളനെന്ന രീതിയിൽ പിടിക്കപ്പെടുകയും ഒടുവിൽ അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം ഇതുപോലെ ഒരു മോഷണം നടത്തി. അതിൻ്റെ സങ്കടം, അതിനോട് ബന്ധപ്പെട്ട ഭാരം അവൻ്റെ ജീവിതത്തെ തളർത്തി അവൻ ആത്മഹത്യ ചെയ്തു. ഈ അമ്മ എന്നോട് വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, ഈ അമ്മയുടെ ഉള്ളിലും മരിക്കണമെന്ന ചിന്തയും മരണത്തോട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുമൊക്കെ വല്ലാതെ വർദ്ധിച്ചപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി, ജീവിതത്തിൽ ഒരു സത്യം തിരിച്ചറിയണം. ഈ മകൻ ഇന്ന് 8ാം ക്ലാസ്സുകാരനായിട്ട് മോഷണം നടത്തിയപ്പം നാട്ടുകാരവനെ പിടിച്ചെങ്കിലും അവനൊരു കുഞ്ഞാണ് എന്ന പരിഗണനയിൽ അവൻ്റെ ജീവിതത്തോട് അല്പം ഔദാര്യവും ദാക്ഷിണ്യവും ഒക്കെ കാണിച്ചു. പക്ഷേ 10-18 വയസ്സ് പ്രായമായി ഇവൻ ഈ രോഗത്തിനടിമയായതുകൊണ്ട്, മോഷണ അസുഖമുള്ളവനായതുകൊണ്ട് ഇവൻ ഇതേ പ്രവൃത്തി ആവർത്തിക്കും. അന്നൊരു പക്ഷേ ആളുകൾ ഇവനെ കൈകാര്യം ചെയ്യണത് ഇപ്പോൾ ചെയ്ത സഹിഷ്ണുതയോടെ ആയിരിക്കില്ല, അതിക്രൂരമായും നിഷ്ഠൂരമായിട്ടുമായിരിക്കും. ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഈ അമ്മയുടെ മനസ്സിൽ നിന്ന് ഈ ഭാരം പോകുന്നില്ല. കാരണം മരണം ഒരു ഭയം പോലെ, മരണത്തോട് ബന്ധപ്പെട്ട ചിന്തകളുടെ ആകുലത പോലെ നിന്നിട്ട് ഞാൻ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ അമ്മച്ചിക്ക് ബലം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, അവിടുത്തെ യാതൊരു പദ്ധതിയും തടയാനാവില്ല. ജോബിൻ്റെ പുസ്തകം 42:2 ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നോണം. ലൂക്കാസ് സുവിശേഷം 1:37 അമ്മയോട് സ്വർഗം മാലാഖയിലൂടെ പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇങ്ങനെ ആത്മീയതയുടെ വഴിത്താരകളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ബലം സ്വീകരിച്ചു കഴിയുമ്പം ഈ ഒരു ഭയത്തിൻ്റെ മേഖലയെ അതിജീവിക്കാനായിട്ട് കൃപ കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനികരണത്തിൽ തോമസ് അക്വിൻപസ് പറയാണ്, കണ്ണിൽ നിന്നും മറയുമ്പോൾ അവൻ മനസ്സിൽ നിന്നും മറയും. ദൈവത്തോട് ബന്ധപ്പെടുത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണഭയം ഉണ്ടാകാനായിട്ട് കാരണമായി മാറുന്നത് അവൻ്റെ കണ്ണിൽ നിന്നും അവൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും ദൈവം മറയുമ്പം അവൻ്റെ ഉള്ളിൽ നിന്നും ദൈവം മറയാനായിട്ട് തുടങ്ങും. നമ്മളറിയാതെ, വിശ്വാസമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആത്മീയതയില്ലാതെ, നന്മകൾ ചെയ്യാതെ, അനുഗ്രഹത്തിൻ്റെ നിലപാടുകളില്ലാതെ നമ്മളിങ്ങനെ ഒരുതരം ഒഴുക്കൻ മട്ടിൽ ജീവിച്ച് കടന്നു പോകുമ്പം നമ്മുടെ കണ്ണിൽ നിന്നും കർത്താവ് മറയും. നമ്മുടെ മനസ്സിൽ അത് മറയാനായിട്ട് തമ്പുരാൻ്റെ സാന്നിധ്യം മനസ്സിൽ നിന്നും മായാനായിട്ട് ഇടയാകും. അത് മരണഭയമായിട്ട്, ജീവിതത്തിലെ ഭയമായിട്ട് രൂപാന്തരപ്പെടും. വിശ്വാസമില്ലാത്തവന് പേടി കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു സംശയവുമില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. വീണ്ടും ക്രിസ്ത്യാനികളും പറയാണ്, മനുഷ്യഹൃദയത്തിൻ്റെ മന്ദതയും കാഠിന്യവും ഭാവിക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ആഗ്രഹങ്ങളും അവൻ തൽക്കാലത്തേക്ക് മാത്രം കൊണ്ട് നടക്കും. എന്നുവെച്ചാൽ ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു മറഞ്ഞു കഴിയുമ്പം അവന് കൂടുതൽ ദർശനത്തോടുകൂടെ കാര്യങ്ങളെ കാണാനായിട്ട്, അവധാനപൂർവ്വം ഒരു കാര്യത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ആന്തരിക വെട്ടം നഷ്ടപ്പെടും. അപ്പം താൽക്കാലിക കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട്, അതാണ് ദേഷ്യവും അല്ലെങ്കിൽ ഭയമൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ പ്രവർത്തികളും പ്രതികരണങ്ങളുമൊക്കെ സ്വാഭാവികതയിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ക്രിസ്ത്യാനികളും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഓരോ വിചാരവും ഓരോ പ്രവൃത്തിയും ഉടനടി മരണം പിടികൂടും എന്ന ബോധ്യത്തോടു കൂടെയിട്ടായിരിക്കണം. അപ്പം ജീവിതത്തിൽ മരണഭയം ഉണ്ടാകണം. എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ പ്രവൃത്തികളും നിന്റെ നിലപാടുകളും ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടിയിട്ടാണ് മരണഭയം സൂക്ഷിക്കേണ്ടത്. വീണ്ടും പറയാണ്, നിനക്ക് നല്ല മനസ്സാക്ഷിയുണ്ടെങ്കിൽ നീ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഓരോ ദിവസവും അതതിൻ്റെ നന്മകൾ കൊണ്ട് ജീവിച്ചു കടന്നു പോകണം. അതുകൊണ്ടാണ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ആകുലത കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ വലിയ ആകുലതകളുമായിട്ട് നടന്നു നീങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും പാരമ്യമാണ് മരണഭയം. അതിങ്ങനെ പതിയെ ഉള്ളിൽ വളർന്ന് ചില വ്യക്തികളൊക്കെ എന്തിനോടും ഏതിനോടും ഭയവും അസ്വസ്ഥതയുമുള്ളവരായി മാറുമ്പം വിശുദ്ധ സിപ്രിയൻ്റെ ജീവിതക്കുറിപ്പ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഈ വിശുദ്ധൻ ഒരു വിജാതീയനായിട്ട് ജനിച്ചു ആഫ്രിക്കയിൽ. അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായി മാനസാന്തരപ്പെട്ടു. രക്തസാക്ഷിയാകണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടെ ജീവിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം പറയാണ്, മരണത്തെ ഭയപ്പെടാതെ നിനക്ക് ജീവിക്കണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സ്വർഗം നിനക്കൊരുക്കിയ സമ്മാനങ്ങളും നിന്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ഉള്ളിൽ നീ ധ്യാനിക്കണം.
സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയ സമ്മാനങ്ങളും സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സാധ്യതകളും നീ മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ചിന്തിച്ചും അതിനെ ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്നാൽ എൻ്റെയും നിൻ്റെയും ജീവിതം സ്വർഗത്തിന് സ്വീകാര്യമുള്ള ജീവിതമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധരൊക്കെ പറയാണ്, ക്രിസ്തുവിന് വേണ്ടി അങ്ങനെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയമില്ലാതെ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നില്ലേ, കല്ലെറിയപ്പെടാനായിട്ട് പോകുമ്പോഴും എസ്തഫാനോസിന്റെ മനസ്സിൽ സ്വർഗം സ്വപ്നം കാണുന്നു, ആത്മാവ് ഇറങ്ങിപ്പെടുന്നു, അഭിഷേകം കൊണ്ട് നിറയുന്നു, സ്വർഗം സ്വപ്നം കാണുന്നുവെന്നും പിതാവിൻ്റെ വലത്ത് വശത്ത് പുത്രനിരിക്കുന്നുവെന്നുമൊക്കെ തിരുവചനത്തിൽ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നു. എന്നുവെച്ചാൽ സ്വർഗത്തെ സ്വപ്നം കണ്ട് ഭൂമി എന്ന താൽക്കാലിക വാസത്തോട് ആത്മീയതയുടെ കണ്ണിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവൻ മരണത്തെ ഒരിക്കലും ഭയപ്പെടില്ല. ചില ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ ജീവിക്കാൻ മറന്നു പോകുകയാണ് ഭയം കൊണ്ട്. വീണ്ടും വിശുദ്ധ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ തെയഡോർ പറയാണ്, മക്കളെ നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെടുകയല്ല ചെയ്തത്, നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ വേണ്ടി അവർ സ്വർഗത്തിലാണ്. ജീവിത പങ്കാളി നഷ്ടപ്പെട്ട തേടോർ വിശുദ്ധൻ പറയാണ്, അല്ലയോ പങ്കാളിയെ നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിത പങ്കാളി നഷ്ടപ്പെടുകയല്ല, നിങ്ങൾക്ക് മുൻപേ സ്വർഗത്തിൽ ഇടം രൂപപ്പെടുത്താൻ വേണ്ടി ദൈവം അവരെ മുൻപേ കൂട്ടിക്കൊണ്ടുപോയതാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ മരണം ഒരു ഭയമായും ആകുലതയായും മുൻപോട്ട് കടന്നു വരുമ്പോഴും വിശുദ്ധാത്മാക്കൾ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾ നെഞ്ചിലൊരു കൃപയുടെ നിക്ഷേപമായിട്ട് സൂക്ഷിച്ചാൽ നമ്മളറിയാതെ നമുക്ക് ഈ പ്രതികൂലതയെ അതിജീവിക്കാനായിട്ട് കരുത്ത് കിട്ടും. പല ആളുകൾക്കും മനോബലമില്ല. പുതിയ തലമുറയൊക്കെ വളരെ വേഗത്തിൽ ജീവിതത്തിൽ ഒരു ചെറിയ സങ്കടം വരുമ്പം, ഒരു പരീക്ഷയ്ക്ക് തോക്കുമ്പം, ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിഷേധിക്കുമ്പം ആത്മഹത്യാ ചിന്തയുമായിട്ട് അങ്ങനെയുള്ള പ്രവർത്തികളുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ കുഞ്ഞ് മാതാപിതാക്കളെ TV കാണണ്ട എന്ന് പറഞ്ഞപ്പം ചാടിക്കേറി ആത്മഹത്യ ചെയ്തു. ചുമ്മാ അഭിനയിച്ചതാണെന്ന് പറയുന്നു, എന്നാലും തമാശ കാര്യമായിട്ട് മാറിയ കുഞ്ഞു മരിക്കുകയാണ്. ഏറെ സങ്കടത്തോടുകൂടി ഈ മാതാപിതാക്കൾ ജീവിതത്തിൽ പറയാം, അച്ഛാ അവൻ ഒരു TV അല്ല 9 TV വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. ഇങ്ങനെ മനോബലമില്ലാത്തൊരാധുനിക തലമുറയെ അതിജീവനത്തിൻ്റെ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ അഭയം ഗമിക്കേണ്ട ഇടം ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധാനമാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, പരിശുദ്ധ കത്തോലിക്കാ സഭയും വിശുദ്ധരും വിശ്വാസ ജീവിതവും നാം പോലും അറിയാതെ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അനന്ത കൃപയുടെ സാധ്യതയാ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന വേണം, ജപമാല വേണം, ആത്മീയ കാര്യങ്ങൾ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പങ്കുവെക്കുകയും മാതാപിതാക്കൾ അതിനിണങ്ങുന്ന ജീവിതശൈലി ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത് മുൻപോട്ട് പോയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ മക്കൾക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവും. ഇപ്പോൾ കോവിഡ് വന്ന് ഇന്നിപ്പം ലോകം മുഴുവനുമുള്ള ടെമ്പറേച്ചർ, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് നമ്മൾ അളന്ന് നോക്കിയാൽ നെഗറ്റീവായിരിക്കും. ഇന്നിപ്പം 2-3 ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യം പറയണത് എന്താവോ ഇത്. സങ്കടത്തോട് കൂടിയിട്ട് എല്ലാവരും പറയാണ്, നാളെ ഇനിയിപ്പം ട്രിപ്പിൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ലോക്ക്ഡൗൺ വല്ലതും വരുമോ? നമുക്ക് വേറൊരു വിഷയവും സംസാരിക്കാനില്ല. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് അതിജീവനത്തിനുള്ള അനന്ത സാധ്യതയുള്ള ജീവിതമാണ്. അതുകൊണ്ട് മരണഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ സിപ്രിയൻ വിശുദ്ധൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. നമുക്ക് വേഗം യാത്ര ചെയ്യാം. നമ്മളിങ്ങനെ പേടിച്ച് ഭയന്ന് ഇപ്പം ഒരു എന്താ പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ബ്രോയിലർ കോഴിയെ വളർത്തുന്ന പോലെ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഈ അകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇഷ്ടക്കേട് കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഉപേക്ഷിക്കുന്നവരായി മാറിയിരിക്കുക. ചെറുപ്പക്കാർക്കൊക്കെ പലപ്പോഴും ഭയങ്കര പ്രിയങ്കര, കാരണം അവർക്ക് അവരുടെ മൊബൈൽ ലോകത്തൊക്കെ ജീവിക്കാൻ പറ്റിയൊരു കാലം കിട്ടിയല്ലോ എന്നോർത്തിട്ട് വിശുദ്ധൻ പറയാണ്, നമ്മുടെ പിതാവിൻ്റെ രാജ്യം കാണാനായിട്ട് നമുക്ക് വേഗത്തിൽ യാത്ര ചെയ്യാം. നമ്മുടെ സഹോദരരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗത്തിൽ ആഗ്രഹിക്കാം. വീണ്ടും പറയാണ്, ഒരു വലിയ സംഖ്യ ജനം നമ്മുടെ മുമ്പേ അവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരവിടെയുണ്ട്, നമ്മുടെ ബന്ധുമിത്രങ്ങൾ അവിടെയുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ അവിടെയുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങി നിത്യതയിൽ നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരുമൊക്കെ അവിടെയുണ്ട്. നമുക്കവരെ കാണാൻ വേണ്ടി പോകാം, അവരെ ആലിംഗനം ചെയ്യാം. അപ്പോൾ നാം എത്ര ആനന്ദം അനുഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല.
ഒരു കാര്യം മനസ്സിനെ അടിവരയിട്ട് ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം മരണത്തെ സ്വീകരിക്കാൻ സജ്ജമായി കൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും കല്ലറയോട് ഒരു സ്റ്റെപ്പ് കൂടെ അടുക്കുകയാണ് എന്ന ആത്മീയ വിചാരത്തെ ആഴത്തിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇത്തരം അനുഭവങ്ങളെ ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണഭയം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിൽ, മരണമെന്ന ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകണമെങ്കിൽ അഭയം ഗമിക്കേണ്ട ഇടം അൾത്താരയാണെന്നും ആത്മീയതയാണെന്നും മനസ്സിനെ കൃപയോടുകൂടി ഇട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. ഈ ഭയം മാറാനായിട്ട് ലോകത്തിൻ്റെ മരുന്ന്, ലോകത്തിൻ്റെ ടെക്നോളജി, ഉറങ്ങാനുള്ള മരുന്ന്, മറ്റെന്തെങ്കിലും പൊടിവിദ്യകൾ, ലഹരിയോ മദ്യമോ ഒന്നും പരിഹാരമാർഗമല്ല. അവിടെ നിന്നെ താൽക്കാലികമായിട്ടുള്ള ഭയാശങ്കയിൽ നിന്ന് മാറ്റുമ്പം ആത്യന്തികമായിട്ട് ഈ ആകുലത മാറാൻ നീ അൾത്താരയെയും ആത്മീയതയെയും അഭയം ഗമിക്കണം. ഇതിനെക്കുറിച്ച് ഓർക്കാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കും തമ്പുരാനോട് പറയാം, എൻ്റെ ഈ ആകുലതയെ, എൻ്റെ ഈ ഭയത്തെ എടുത്തു മാറ്റാൻ തക്ക വിധമുള്ള ശക്തനായവൻ്റെ സന്നിധാനത്ത് ജീവിതത്തെ ചേർത്തു വയ്ക്കാം. ഈശോയോട് പറയാം, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് ഈശോയെ നോക്കിക്കേ. സ്നേഹത്തോടെ ഈശോയോട് പറഞ്ഞ്, ഈശോയെ, എൻ്റെ ഉള്ളിൽ നാളെയെക്കുറിച്ച് ഒരുപാട് ഭയമുണ്ട്. നാളത്തെ ദിനം എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്ക് ഭയമുണ്ട്. ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല, എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെടും. ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ആകുലപ്പെട്ടതിലധികവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യവും എനിക്കറിയാം. എങ്കിലും ആത്യന്തികമായിട്ട് എന്നെ പലതും ഭാരപ്പെടുത്തുന്നു. ഈശോയെ, ഭയം നീക്കാൻ അത്ഭുതകരമായി അടച്ചിട്ട വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നവനെ, എൻ്റെ ഭയത്തിൻ്റെ മേഖലയെ, മരണഭയത്തിൻ്റെ മേഖലയെ, മനസ്സിൻ്റെ മുറിവ് കൊണ്ടുണ്ടായ ഭാരപ്പെട്ട അനുഭവങ്ങളെ മാറ്റിത്തരണേ. ഹൃദയപൂർവ്വം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട എല്ലാവരും ചേർന്ന്, മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. തമ്പുരാൻ പറയാണ്, കരയരുതേ കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും വേർപെട്ട് പോയിട്ടുണ്ടാവും. അവരുടെ വേദന നമുക്ക് താങ്ങാവുന്നതിലധികം ഭാരമാകാം. ആ നഷ്ടങ്ങളെ, ആ നൊമ്പരങ്ങളെ, ആ വേദനയെ, അതോടൊപ്പം ജീവിതത്തെക്കുറിച്ച്, നാളെയെക്കുറിച്ച് എന്താകുമെന്നറിയില്ല കർത്താവേ. ഒത്തിരി അസ്വസ്ഥതകൾ ജീവിതത്തിലുണ്ട്. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജോബ് തൻ്റെ സഹനാനുഭവങ്ങളുടെ യാത്രയിൽ 3-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെയും ദൈവത്തോട് തലങ്ങും വിലങ്ങും ഒരുപിടി ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ സങ്കടം, ഭാരം, നൊമ്പരം മുഴുവനും ഇറക്കി വെച്ചുകൊണ്ട് പറയാണ്, എന്തൊരു ജീവിതമായത്. ജനിച്ച നിമിഷം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി ഉണ്ടായെന്ന് പറയുന്ന നിമിഷം ശപിക്കപ്പെടട്ടെ. ഒരുപാട് ഭാരം, ഒത്തിരി വേദന. ആ വേദനകളെ മുഴുവനും ദൈവത്തിന് മുമ്പിലേക്ക് പകർന്നപ്പം സ്വർഗം ദൈവത്തിൻ്റെ അഭിഷേകമായിട്ട്, കൃപയായിട്ട് പെയ്തിറങ്ങിയപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ട് ജോബിൻ്റെ ജീവിതത്തിന് ഉത്തരം കൊടുക്കുകയല്ല ചെയ്തേ. മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജോബിനോട് പറഞ്ഞു, ഈ പ്രപഞ്ചവും പ്രപഞ്ച സംവിധാനങ്ങളും സസ്യലതാദികളും മൃഗങ്ങളും പക്ഷികളുമൊക്കെ അവയോട് ബന്ധപ്പെട്ടുമൊക്കെ 38, 39, 41 അധ്യായത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിച്ചിട്ട് ഇതിന് വല്ല ഉത്തരവുണ്ടോ എന്നറിയുമ്പോഴാണ് ജോബ് സർവാംഗം സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ആകുലതകളെ, തൻ്റെ ഭയത്തെ,
തൻ്റെ ഭാരത്തെ മാറ്റിയിട്ട് 1-ാം അധ്യായത്തിലെ അനുഭവത്തിലേക്ക്. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്കൊരിക്കൽ കൂടെ ഭയം മാറാൻ, ആകുലതകൾ നീങ്ങാൻ, അസ്വസ്ഥതകൾ പരിഹരിക്കാൻ കർത്താവേ അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. എന്റെ കണ്ണീര് തുടയ്ക്കുന്ന കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈശോയെ നോക്കിക്കൊണ്ട് എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ സ്വരത്തിൽ ജീവിതത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിയാൻ, കെട്ടുപാടുകൾ നീങ്ങാൻ, പ്രത്യേകിച്ചും ഭയാശങ്കകൾ മാറി മരണഭയം നീങ്ങി അതിനോട് ബന്ധപ്പെട്ട മുറിവേറ്റ മനസ്സുകൾ സൗഖ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്തോത്രം. യേശുവേ യേശുവേ ആരാധന. ഈശോ 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 ഈശോയേ ആരാധന. ഈശോയേ ആരാധന. ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.